ശരീരം അസ്ഥികൂടമായി മാറാനുള്ള കാലയളവിനെക്കുറിച്ച് അയാളിൽ നിന്ന് മനസ്സിലാക്കി. സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ടിരുന്ന അയാളെ സാമ്പത്തികമായി സഹായിച്ച് പാട്ടിലാക്കി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ ശരീരം അസ്ഥികൂടമായി മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ ആവശ്യം അറിയിച്ചു. തൻ്റെ അന്നദാതാവിന് അയാൾ ആ ചെറുപ്പക്കാരൻ്റെ അസ്ഥികൂടം എടുത്തു കൊടുത്തു. ഇതിനിടയിൽ പോലീസ് ആ ചെറുപ്പക്കാരൻ്റെ ബോഡി കണ്ടെത്തിയാൽ ഉണ്ടാകുന്ന തുടർ നടപടികളെക്കുറിച്ച് നായകൻ എങ്ങനെയോ മനസ്സിലാക്കുന്നു. ഇടുക്കി ജില്ലയിൽ ഇങ്ങനൊരു അസ്ഥികൂടം കിട്ടിയാൽ അത് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ലിംഗനിർണയവും പ്രായവും മരണകാരണവും കണ്ടുപിടിക്കുന്നത് അവിടെയുള്ള ഫോറൻസിക് സർജനായിരിക്കും. ഈ ടെസ്റ്റുകൾ ഡേലൈറ്റ് ചെയ്യണമെന്നൊരു നിയമമുണ്ട്. ഇതിനു ശേഷമേ DNA ടെസ്റ്റിന് ട്രിവാൻഡ്രത്തേക്ക് അയക്കുകയുള്ളൂ. അവിടുത്തെ രീതികൾ മനസ്സിലാക്കിയ നായകൻ അവിടുത്തെ സെക്യൂരിറ്റിയുമായി സൗഹൃദം സ്ഥാപിക്കുവാനുള്ള തൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചു. അയാളെ പിന്തുടർന്ന് തൻ്റെ സുഹൃത്താക്കി മാറ്റി. ആ സൗഹൃദം വളർത്തിയെടുക്കുന്നതിനിടയിൽ അയാളുടെ ബലഹീനതകൾ നായകൻ മനസ്സിലാക്കി. സിനിമയായിരുന്നു എൻ്റെ സ്വപ്നം. പൊന്നു സാറേ, സാറിൻ്റെ പടത്തിൽ എനിക്കൊരു വേഷം തരണം. വാ 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 വാ, കയറി വാ.